നമസ്കാരം. ഞാനിന്ന് പറയണത് എന്താണ് യോഗ, എന്തിനാണ് യോഗ. ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയണതാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല, അതുകൊണ്ട് യോഗ ചെയ്യാൻ പറ്റില്ല. ഒരു യോഗ എന്ന് പറയുന്നത് ആസനാസിനെ മാത്രമാണ്. യോഗ എന്ന് പറയുന്നത് ആസനാസ് മാത്രമല്ല, ആസനാസ് യോഗയിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ 8 അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത്. അതിൽ നമ്മൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ധാരണ, ആസനാസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലെക്സിബിലിറ്റിയെ പറ്റി അവർ ഇത്രയും ടെൻഷനാവുന്നത്. യോഗ എന്ന് പറയണത് ഈ ജിംനാസ്റ്റിക്സ് അല്ല. അതൊരു, എൻ്റെ അഭിപ്രായത്തിൽ അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുജ് എന്ന പദത്തിൽ നിന്നാണ് യോഗ വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് യൂണിയൻ എന്നാണ്. ജീവാത്മാ പരമാത്മാ ഐക്യമാണ് യോഗ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറിൻ്റെ ചുറ്റളവ് ഒന്ന് കുറച്ച് തരണം, കൈയിൻ്റെ ബൈസിപ്സിൻ്റെ വണ്ണം ഒന്ന് കുറച്ച് തരണം, പിന്നെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ ഒന്നിച്ച് ഒരു ദിക്കിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ ജീവിത രീതി കൊണ്ടും ഇന്നത്തെ ടെൻഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവനവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും യോഗയെ ആശ്രയിക്കുന്നത്. വളരെ നല്ലതാണ് യോഗ അതിന്. കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എൻ്റെ ശരീരവും മനസ്സും ഒക്കെ പലതും പലയിടത്തായിരുന്നു. ഒന്നിച്ചു കൊണ്ടുവന്നത് യോഗയിലേക്ക് വന്നേ പിന്നെയാണ്. വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാതെ എനിക്കതുകൊണ്ട് തന്നെ പറയാം, യോഗയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്.